ഹായ് ഓൾ, വെൽക്കം ടു മൈ ക്ലാസ്. അപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് 10th ക്ലാസ്സിലെ കെമിസ്ട്രി ചാപ്റ്റർ 1 ആണ്. അപ്പോൾ സ്റ്റാർട്ടിങ് നമ്മൾ നോമൻക്ലേച്ചറിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇവിടെ മുതലാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ വീഡിയോ ആരെങ്കിലും കാണാത്തുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി കാണുക. പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ഹൈഡ്രോ കാർബൺ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ IUPAC നെയിം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ലോങ്ങസ്റ്റ് ചെയിൻ ഏതാണെന്ന് സെലക്ട് ചെയ്യാം കേട്ടോ. ലോങ്ങസ്റ്റ് ചെയിൻ ഏതാണ്? 1 2 3 4 5. അപ്പോൾ അത് തന്നെയാണ് വരിക അല്ലേ. പിന്നെ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ 3 എണ്ണ കിട്ടുള്ളൂ, ഇങ്ങനെ നോക്കുകയാണെങ്കിലും 3 എണ്ണ കിട്ടുള്ളൂ. അപ്പോൾ 5 തന്നെയാണ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ബ്രാഞ്ചസിന് നെയിം കൊടുക്കാം. ബ്രാഞ്ചസിന് നെയിം കൊടുക്കുമ്പോൾ ഏറ്റവും ചെറിയ നെയിമിങ് വരണം അല്ലേ. അപ്പോൾ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് കൊടുത്ത് നോക്കുമ്പോൾ 1 2 3 4 5. അപ്പോൾ ബ്രാഞ്ചസ് ഏതൊക്കെയാണ് വരുന്നത്? 2-ലും 4-ലാണ് വരുന്നത്, 2-ലും 4-ലാണ് വരുന്നത്. ഓക്കെ, ഇനി റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ 1 2 3 4 5. അപ്പോഴും എന്തിൽ തന്നെയാണ് വരുന്നത്? 2-ലും 4-ലും തന്നെ വരുന്നത്. അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വേണമെങ്കിലും എടുക്കാം, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നെയിമിങ് കൊടുക്കാം അല്ലേ. എന്താ വരിക? 2,4 ഇടുക, ഹൈഫൺ ഇടുക. ഹൈഫൺ ഇട്ടിട്ട് എന്ത് വരും? എത്ര എണ്ണം വരുന്നുണ്ട്? എത്ര ബ്രാഞ്ചസ് ഉണ്ട്? 2 ബ്രാഞ്ചസ് ആണുള്ളത്. സോ ഡൈ CH3 എന്ന് പറയുന്നത് എന്താണെന്നാണ് പഠിപ്പിച്ചത്? അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. മീഥൈൽ 5 എണ്ണാകുമ്പോൾ പെൻറ്റാണ് വരിക. ഒറ്റ സ്ട്രെച്ചിൽ എഴുതണം കേട്ടോ, ഇവിടെ സ്ഥലമില്ലാത്ത കാരണം. പെൻറ്റ് ഒരു സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE ആണ് വരിക അല്ലേ, പെൻറ്റെയിൻ. ഓക്കെ, സിമ്പിൾ അല്ലേ ഈ പേര് കൊടുക്കുന്നത്? അടുത്തത് നമുക്കിത് എന്താ വന്നിട്ടുള്ളത്? കുറേ ബ്രാഞ്ചസ്, 2-ൽ കൂടുതൽ ബ്രാഞ്ചസ് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ലോങ്ങസ്റ്റ് ചെയിൻ ഏതാണെന്ന് നോക്കുമ്പോൾ ലോങ്ങസ്റ്റ് ചെയിൻ ആദ്യം നമ്മൾ നോക്കുക. എങ്ങനെ നോക്കിയാലും ഇത് തന്നെയാണ് ലോങ്ങസ്റ്റ് ചെയിൻ വരുന്നത്. ഓക്കെ, പിന്നെ ഇങ്ങനെ നോക്കുമ്പോൾ 3 എണ്ണ വരുന്നുള്ളൂ, ഇങ്ങനെ നോക്കുമ്പോഴും 3 എണ്ണ വരും. പിന്നെ ഈ ബ്രാഞ്ചും കൂടി ഇൻക്ലൂഡ് ചെയ്യണമല്ലോ. അപ്പോൾ അത് ആവില്ല. ലോങ്ങസ്റ്റ് ചെയിൻ 6 എണ്ണമാണ് കേട്ടോ വരുന്നത്. നമ്പർ ചെയ്യുക, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് നമ്പർ ചെയ്യുമ്പോൾ 1 2 3 4 5 6. അപ്പോൾ ബ്രാഞ്ചസ് ഏതിലൊക്കെ വരുന്നത്? 2-ലും 4-ലും 5-ലും, 2-ലും 4-ലും 5-ലും. ഇനി റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ആണെങ്കിലോ 1 2 3 4 5. അപ്പോൾ 2-ലും പിന്നെ വരുന്നത് ഏതിലാണ്? 3-ലാണല്ലേ, 3-ലും 5-ലും. അപ്പോൾ ഇങ്ങനെ 2 എണ്ണം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏതാ ചൂസ് ചെയ്യുക? ആദ്യത്തെ 2ഉം 2 ആണ്. അപ്പോൾ ആദ്യത്തെ നമ്പർ എടുക്കാൻ പറ്റില്ല. രണ്ടാമത് നോക്കുമ്പോൾ ഇത് 4, ഇത് 3. ഇതിലേതാ ചെറുത് നോക്കുക. ഇതിൽ ചെറുത് ഏതാ? 3 ആണല്ലേ. സോ നമ്മൾ ഇതാണ് സെലക്ട് ചെയ്യുക കേട്ടോ. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കുള്ളതാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഓരോന്ന് ഫില്ല് ചെയ്യുക. നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻ ദ മെയിൻ ചെയിനിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 6 ആണ് കേട്ടോ. 6 ആണ് അവിടെ ആൻസർ വരുന്നത്. നമ്പർ ഓഫ് ബ്രാഞ്ചസ് എത്ര ഉണ്ട്? 1 2 3. അപ്പോൾ 3 ആണ്. നെയിം ഓഫ് ബ്രാഞ്ചസ് CH3 ആയതുകൊണ്ട് ഏതാ വരിക? മീഥൈലാണ് വരിക. പൊസിഷൻ നമ്പർ ഓഫ് ദ ഫസ്റ്റ് ബ്രാഞ്ച് വൈൽ നമ്പറിങ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് നെയിം ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ബ്രാഞ്ചിൻ്റെ നമ്പർ എന്താ വരുന്നത്? 1 2 അല്ലേ. പൊസിഷൻ നമ്പർ ഓഫ് ഫസ്റ്റ് ബ്രാഞ്ച് വൈൽ നമ്പറിങ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് ആണെങ്കിലോ 1 2 തന്നെയാണ് വരുന്നത്. ഓക്കെ, വെൻ ഡസ് ദ സെക്കൻഡ് ബ്രാഞ്ച് ഗെറ്റ് എ ലോവർ പൊസിഷൻ നമ്പർ എപ്പോഴാണ് സെക്കൻഡ് ബ്രാഞ്ചിന് കിട്ടുന്നത്? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കേട്ടോ, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ. ഓക്കെ, അത് ഞാൻ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങളവിടെ ഫില്ല് ചെയ്യണമെന്നുള്ളൂ. മായ്ക്കുണ്ട്. കറക്റ്റ് പൊസിഷൻ നമ്പർ ഓഫ് ദ ബ്രാഞ്ചസ് 2 3 5 ഞാൻ പറഞ്ഞു. അപ്പോൾ IUPAC നെയിം എങ്ങനെ വരും? 2 3 5 ഹൈഫൺ ഇടുക. 3 ബ്രാഞ്ച് ആയതുകൊണ്ട് അവിടെ ട്രൈ വന്നു. CH3 ആയതുകൊണ്ട് മീഥൈൽ. അപ്പോൾ നമുക്ക് 6 എണ്ണം ആയതുകൊണ്ട് ഹെക്സ് ആണ്. സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANA ആണ്. സിമ്പിൾ അല്ലേ?
ഇപ്പോൾ അവർ പറയുകയാണ് ഇഫ് എ കാർബൺ ആറ്റം ഹാസ് 2 ഐഡൻറ്റിക്കൽ ബ്രാഞ്ചസ് ദ പൊസിഷൻ നമ്പർ ഷുഡ് ബി റിപ്പീറ്റഡ്. കാർബൺ ആറ്റംസിന് ഐഡൻറ്റിക്കൽ ബ്രാഞ്ചസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വരും എന്നാണ് പറയണത്? പൊസിഷൻ നമ്പർ റിപ്പീറ്റ് ചെയ്യും. ഇപ്പോൾ ഇവിടെ എത്ര നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ വന്നത്? കാർബണിന് CH3 2 ബ്രാഞ്ചസ് ആണല്ലേ കൊടുത്തിട്ടുള്ളത് മെയിൻ ചെയിനിൽ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 2 ബ്രാഞ്ചസ് വന്നിട്ടുള്ളത് ഏതിലൊക്കെയാണ്? 2ലാണ് ബ്രാഞ്ചസ് വന്നിട്ടുള്ളത് നമ്പറിങ് ചെയ്യുമ്പോൾ അല്ലേ. ഇത് 1 2 അപ്പം നമുക്ക് ഇങ്ങനെ വരുന്നത് 2,2 തന്നെ വരുമെന്നാണ് പറഞ്ഞത് കേട്ടോ. അടുത്ത് നോക്കാം. നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻ ദ മെയിൻ ചെയിനിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 3 കാർബൺ ആറ്റം ആണുള്ളത് കേട്ടോ. മെയിൻ ചെയിനായിട്ട് സെലക്ട് ചെയ്യുന്നത് ഇതാണ്. മെയിൻ ചെയിനിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 3 എണ്ണാണുള്ളത്. നമ്പർ ഓഫ് ബ്രാഞ്ചസ് ഫിഗർ നന്നായി നോക്കുക കേട്ടോ. നമ്പർ ഓഫ് ബ്രാഞ്ചസ് 2 എണ്ണാണ്. ഏതാണ് നെയിം ഓഫ് ബ്രാഞ്ചസ്? CH3 ആയതുകൊണ്ട് മീഥൈലാണ് കേട്ടോ. മീഥൈലാണ്. പിന്നെ പൊസിഷൻ ഓഫ് ദ ബ്രാഞ്ചസ് 2,2 ആണ് ഞാൻ പറഞ്ഞത്. IUPAC നെയിം എന്ത് വരും? 2,2 ഇടുക, ഹൈഫൺ ഇടുക. 2 എണ്ണം ആയതുകൊണ്ട് ഡൈ, CH3 ആയതുകൊണ്ട് മീഥൈൽ, 3 എണ്ണം ആയതുകൊണ്ട് പ്രൊപ്പ് എയിൻ. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നൗ ലെറ്റ് us see how to write the structural formula of a compound if its IUPAC name is given. IUPAC നെയിം തന്നിട്ട് സ്ട്രക്ചറൽ ഫോർമുല വരയ്ക്കാനാണ്. ഇത്ര കാലം നമുക്ക് സ്ട്രക്ചറൽ ഫോർമുല തന്നിട്ട് നമ്മൾ IUPAC നെയിം എഴുതാണ്. ഇപ്പം നേരെ തിരിച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു 2,3 ഡൈമീഥൈൽ പെൻറ്റെയിൻ അവർ IUPAC നെയിമാണ് തന്നിട്ടുള്ളത്. ഹൗ മെനി കാർബൺ ആറ്റംസ് ആർ പ്രസൻറ്റ് ഇൻ ദ മെയിൻ ചെയിനിൽ എത്ര കാർബൺ ആറ്റാ? പെൻറ്റെയിൻ ആണല്ലേ. പെൻറ്റെയിൻ ആകുമ്പോൾ എത്രയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? പെൻറ്റ് എന്ന് പറയുമ്പോൾ 5 കേട്ടോ. 5 ആണ് അവിടെ വരിക. 5. ലെറ്റ് us റൈറ്റ് ദ മെയിൻ ചെയിൻ. അപ്പോൾ എങ്ങനെ മെയിൻ ചെയിൻ വരിക? C സിംഗിൾ ബോണ്ടാണ്. ANE ആയതുകൊണ്ട് നമുക്ക് സിംഗിൾ ബോണ്ട് കൊടുക്കാം. 4 5. ഇനി അവർ പറഞ്ഞിട്ടുള്ളത് 2ലും 3ലും ആണ് എന്ത് വന്നിട്ടുള്ളത്? ബ്രാഞ്ചസ് വന്നിട്ടുള്ളത് അല്ലേ. 2ലും 3ലും ആണ് ബ്രാഞ്ചസ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എവിടെയൊക്കെ കൊടുക്കാം? 2ലും കൊടുക്കാം. 2ൽ CH3 കൊടുക്കാം. 3ലും CH3 കൊടുക്കാം. ഓക്കെ, ടൂവിൽ CH3 കൊടുത്തു, 3ലും നമ്മൾ CH3 കൊടുത്തു. ഓക്കെ, ഇനി കംപ്ലീറ്റ് ആയിട്ടില്ല. നമുക്ക് ഇവിടെ ഒരു ബോണ്ട് ഉണ്ട്. ഒരു ബോണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഹൈഡ്രജൻ ആറ്റം. ഇവിടെ ഒരെണ്ണം ഉണ്ട്, CH3 ആയി. അപ്പോൾ നമുക്ക് ഇവിടെ ഒരെണ്ണം ഉണ്ട്. അപ്പോൾ ഇവിടെ 4 എണ്ണം ആക്കണം. നമുക്ക് ഹൈഡ്രജൻ ആറ്റം എപ്പോഴും 4 എണ്ണം ആക്കണം. അപ്പോൾ ഇവിടെ ഒരു ബോണ്ട് ഉണ്ടെങ്കിൽ അവിടെ ഒരു ഹൈഡ്രജൻ എന്നാണ് മീനിങ്. അപ്പോൾ 4 എണ്ണം ആവണമെങ്കിൽ ഇവിടെ എത്ര ഹൈഡ്രജൻ വരണം? ഇവിടെ ഒരെണ്ണം ഉണ്ട്, ഇനി 3 എണ്ണം കൂടിയായ ഇവിടെ 4 എണ്ണമായി. ഇവിടെ CH3 ഉണ്ട്. ഇവിടെ എന്തുണ്ട്? ഇവിടെ എന്താ ഉള്ളത്? ഒരു ബോണ്ടാണുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരെണ്ണം കൂടി കൊടുത്താൽ CH3യും ഒന്നും കൂടി കൂടിക്കഴിഞ്ഞാൽ എത്രയായി? 4 എണ്ണമായി. ഓക്കെ, ഇനി ഇവിടെ CH3 ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? ഇവിടെയും ഒരെണ്ണം കൂടിക്കഴിഞ്ഞാൽ 4 എണ്ണമായി. ഓക്കെ, ഇനി ഇവിടെ ഒരു കാർബൺ ഒരെണ്ണം ഉണ്ട്, ഇവിടെ ഒരെണ്ണം ഉണ്ട്. അപ്പോൾ 2 എണ്ണമായി. അപ്പോൾ 2 എണ്ണം കൂടി ചേർക്കുക, CH2. ഇനി ഇവിടെ ഒരെണ്ണം ഉള്ളൂ. ഇനി 4 എണ്ണം ആവണമെങ്കിൽ 3 എണ്ണം വേണം, CH3. അപ്പോൾ നമുക്ക് ഇങ്ങനെ സ്ട്രക്ചർ കംപ്ലീറ്റ് ആയിട്ട് പറയാം കേട്ടോ. ഓക്കെ, ഇപ്പോൾ 2,3 ഡൈമീഥൈൽ പെൻറ്റെയിൻ്റെ സ്ട്രക്ചർ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അടുത്ത അവർ ചോദിച്ചിട്ടുള്ളത്
സ്ട്രക്ചറൽ ഫോർമുല ഓഫ് 2,4-dimethyl heptane. അപ്പോൾ 2,4-dimethyl heptane സ്ട്രക്ചറൽ ഫോർമുല എഴുതാനാണ്. അപ്പോൾ നമുക്ക് ഹെപ്റ്റെയിൻ ആകുമ്പോൾ എത്ര എണ്ണം വരും? 7 വരും അല്ലേ? 1 2 3 4 5 6 7. 2ലും 4ലാണ്. അപ്പോൾ 2ൽ നമ്മൾ CH3 കൊടുത്തു. മീഥൈലായതുകൊണ്ട് 4ലും നമ്മൾ CH3 കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഇവിടെ ഒരു ബോണ്ടാണുള്ളൂ. ഒരു ബോണ്ടുള്ളപ്പോൾ ഒരു ബോണ്ടും കൂടി CH3 ആയപ്പോൾ നമുക്കിവിടെ 4 എണ്ണം കിട്ടി കേട്ടോ. 4 എണ്ണം കിട്ടി. ഇവിടെ CH3 ഉണ്ട്. 4 ആവണമെങ്കിൽ ഇവിടെ ഒരു CH, ഇവിടെ ഒരെണ്ണം ഉണ്ട്, ഇവിടെ ഒരെണ്ണം ഉണ്ട്. അപ്പോൾ 2 എണ്ണം കൂടി മതി. CH2. ഇവിടെ ഒരെണ്ണം ഉള്ളൂ. ഇവിടെ CH3 ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് 4 ആവണമെങ്കിൽ ഒരു CH കൊടുത്താൽ മതി. ഇവിടെയും ഒരെണ്ണം, ഇവിടെ ഒരെണ്ണമാണ്. അപ്പോൾ 2 എണ്ണം ആവണമെങ്കിൽ CH2. ഇനി ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, 2 എണ്ണം ആവണമെങ്കിൽ CH2. ഇവിടെ ഒരെണ്ണം ഉള്ളൂ. 4 എണ്ണം ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? CH3 കൊടുക്കണം. ഓക്കെ, ഇത്രയേ ഉള്ളൂ കേട്ടോ. ആ സ്ട്രക്ചർ ആ കറക്റ്റ് 4 എണ്ണം ആക്കേണ്ട രീതിയിൽ നിങ്ങൾ വെക്കുക. നമ്മൾ ഈ ഒരു സിംഗിൾ എന്ന് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ഹൈഡ്രജൻ ആറ്റെന്ന് മീനിങ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരെണ്ണം ഉണ്ട്. നമ്മൾ ആദ്യം റൈറ്റിൽ നിന്ന് തുടങ്ങുക. ഇവിടെ ഒരെണ്ണം ഉണ്ട്. അപ്പോൾ 4 എണ്ണം ആവണമെങ്കിൽ ഇപ്പുറത്ത് എന്തിട്ട് കൊടുക്കണം? 3 എണ്ണം ഇട്ട് കൊടുക്കണം. ഇനി ഇതിൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ CH3 ഉണ്ട്. അപ്പോൾ ഒരെണ്ണം കൂടി മതി. ഒരെണ്ണം കൂടി ആവണമെന്നുണ്ടെങ്കിൽ എന്താ അതിൻ്റെ മീനിങ്? ഒരെണ്ണം കൂടി ആവണമെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്? ഒരു CH ഇട്ട് കൊടുക്കുക. ഇവിടെ 1, ഒരു വരയുടെ അർത്ഥം ഒരു ഹൈഡ്രജൻ, ഇവിടെ ഒരു ഹൈഡ്രജൻ. അപ്പോൾ ഇവിടെ 2. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണം കേട്ടോ. താങ്ക് യു.